ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാട്ടുകാരെ, എനിക്ക് നിങ്ങളോടൊക്കെ ഒരു സങ്കടം പറയാനുണ്ട്. ദേ, ഈ കൊച്ചിനെ കണ്ടോ? നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടുത്തെ വരുണിന്റെ ഭാര്യയായിട്ട് കണിമംഗലത്തേക്ക് കാലെടുത്ത് വെച്ച കുട്ടിയാ. അതിന്റെ ഇടയിൽ ഇതിന്റെ ബുദ്ധിക്ക് അല്പം കുഴപ്പമായി പോയി. കൊച്ചു പിള്ളേരെ പോലെയാ. ആ തക്കം നോക്കിയേ ഇവരെന്താ ചെയ്തതെന്നറിയോ? ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയ വരുണിനെ കൊണ്ട് അവളുടെ ചേച്ചിയെ താലി കെട്ടിച്ചു. ഇതിലെന്തെങ്കിലും ന്യായമുണ്ടോ? നിങ്ങൾ എല്ലാരും കൂടി ഒന്ന് പറ. എന്നിട്ട് ചേച്ചിയെ ഇവിടെ വാഴിച്ച് അനുജത്തിയെ ഇവിടുന്ന് ഇറക്കി വിടണം. എന്താ പരമേശ്വര സാറേ ഇത്? സാറിന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും പറഞ്ഞാ അത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? കണിമംഗലംകാര് തിടമ്പേറ്റിയ കൊമ്പനാണെന്നാ നിങ്ങളുടെയൊക്കെ മനസ്സില്. പക്ഷെ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് വേറെയാ. ഇങ്ങനെയൊക്കെ ലോകത്ത് നിങ്ങൾ വേറെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? വരുൺ കല്യാണം കഴിച്ച പെണ്ണ് ജീവിച്ചിരിക്കെ വേറൊരു പെണ്ണിനെ എങ്ങനെയാ കെട്ടിക്കൊണ്ടുവരിക? അങ്ങനെ ഒരു നിയമം ഈ നാട്ടിലുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്ക്. പരമേശ്വര സാറേ, ഞാൻ ഈ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രസിഡന്റാ. പൊതുവെ ശാന്തമായ ഒരു അസോസിയേഷനാ ഞങ്ങളത്. ഇവര് പറയുന്ന കാര്യം ഇത്ര നിസ്സാരമല്ലല്ലോ. സാറിനെ പോലെ ഒരാള് ഇങ്ങനൊരു കാര്യമൊക്കെ അനുവദിക്കാൻ പാടുണ്ടോ? അങ്ങനെ ചോദിക്കേ. എന്നിട്ട് പരമേശ്വര സാറിന് ഉത്തരവില്ലെങ്കിൽ ദേ നിൽക്കുന്നു കണിമംഗലത്തെ കാരണവത്തി ജയഭാരതി അമ്മ. അങ്ങോട്ട് ചോദിക്ക്. പ്രിയങ്കയെ ഒതുക്കിയതിനും രാധികയെ രണ്ടാമത് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിനും സോകര ചൊരട് വരിച്ചതും ദേ ഈ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ജയഭാരതി അമ്മയാ. എന്തായാലും മോശമായി പോയല്ലോ. ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് നമുക്ക് ആർക്ക് വേണേലും എപ്പോ വേണേലും സംഭവിക്കാവല്ലോ. ഇതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന വെച്ചാ നിങ്ങളൊക്കെ കാര്യം അറിയാതെ സംസാരിക്കുന്നേ. വരുണിന്റെ കൂടെ രാധിക ഇവിടെ ജീവിക്കുന്നത് വരുൺ അവളെ താലി കെട്ടിയിട്ട് തന്നെയാ. ആ വിവാഹത്തിന്റെ കാര്യം അയൽപക്കത്തെല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിരുന്നതുവാ. ഇതെന്ത് കഥ? ലോകത്ത് നടപ്പില്ലാത്ത ഒരു കാര്യം കുറെ പേരോട് പറഞ്ഞതുകൊണ്ട് ശരിയാകുമോ? സാറേ, സാറ് വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണല്ലോ. സാർ ഇതിനൊരു ന്യായം പറ. എന്റെ പ്രിയങ്ക മോൾക്ക് ഇവിടെ നിൽക്കാൻ അവകാശം ഇല്ലെന്ന് പറഞ്ഞ ദേ ഈ നിമിഷം ഇവിടുന്ന് പടിയിറങ്ങും ഞാനും എന്റെ മോളും. അതല്ല, അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറഞ്ഞ അവൾ ഇവിടെ തന്നെ നിൽക്കും.